ഫ്രണ്ട്സ്, നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് 3 നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കൂടെ കാണാം, നോട്ടിഫിക്കേഷൻ നമ്പർ 1, ദെൻ നോട്ടിഫിക്കേഷൻ നമ്പർ 2, ദെൻ നോട്ടിഫിക്കേഷൻ നമ്പർ 3. ഇങ്ങനെ 3 നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം, എന്നതിന് ശേഷം 2ഉം 3ഉം നമ്മൾ പറയും. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 6/3/2025 ഇതിലേക്ക് വോക്കിൻ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ മലപ്പുറം, വയനാട് ജില്ലാ കാര്യാലയങ്ങളിലേക്കാണ് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. 35 ഏജ്, മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ആ വെന്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് 2ാം നില സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് വഴുതക്കാട് ചിന്മയ സ്കൂളിൻ്റെ എതിർവശം ലാൻഡ്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്രസ്സിലാണ് നിങ്ങൾ വോക്ക് ഇൻ ഇൻ്റർവ്യൂവിന് ഡയറക്റ്റ് പോകേണ്ടത്. വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 15/3 മാർച്ച് 15 ഇതിൻ്റെ ആ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത്. സമയം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയം 11 മണിക്കാണ്. അതോടൊപ്പം നിങ്ങളുടെ ഡെയിലി വേജ് എന്ന് പറയുന്നത് 755 രൂപയാണ്. ഇതിലേക്ക് യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് BCom ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് ടാലിയും ഉണ്ടായിരിക്കണം. BCom പ്ലസ് ടാലിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് നിങ്ങൾക്ക് വോക്കിൻ സെലക്ഷന് പങ്കെടുക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പരിചയം, തിരിച്ചറിയൽ തുടങ്ങിയിട്ടുള്ള ഒറിജിനൽ രേഖകളും അവയുടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ കയ്യിൽ വെക്കുക. ഇതൊക്കെ ആയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിൽ 15/3/2025 ഈ ഒരു അഡ്രസ്സിൽ ജസ്റ്റ് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഈ ഒരു അഡ്രസ്സിൽ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ഇവിടെയാണ് നിങ്ങൾ എത്തേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതാത് ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം വയനാടും മലപ്പുറം ഉള്ളവർക്ക് കുറച്ചും പാടെ മുൻഗണന ഉണ്ടായിരിക്കും. അതായത് അവർക്ക് കുറച്ചും പാടെ ഒരു പരിഗണന ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജില്ലക്കാർക്ക് കൊടുക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓരോരോ വേക്കൻസിയാണുള്ളത് കേട്ടോ. ഓക്കെ, വയനാട് ഒരു വേക്കൻസി, മലപ്പുറം ഒരു വേക്കൻസി. ഇനി അടുത്തത് നിങ്ങൾക്ക് അവിടെ കാണാം 4/3/2025 വോക്കിൻ ഇൻ്റർവ്യൂ എന്നാണ്. ഇതിലേക്ക് റീസൈക്ലിംഗ് പ്ലാന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, പത്തനംതിട്ട ജില്ലയിലെ. ഇവിടെ പ്ലാന്റ് സൂപ്പർവൈസർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലാണ്. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് പങ്കെടുക്കാം. പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് മുൻഗണന എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ വോക്കിൻ സെലക്ഷനിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക് കുറച്ചും കൂടെ മുൻഗണന അവിടെ കൊടുക്കും എന്നുള്ളതാണ്. സ്ഥലം നിങ്ങളുടെ കാണാം, ക്ലീൻ കേരള. ഇവിടെയാണ് നിങ്ങൾ എത്തേണ്ടത് കേട്ടോ. ഈ പറയുന്ന തിരുവനന്തപുരമാണ് ഇതിൻ്റെ വോക്കിൻ സെലക്ഷൻ ആ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇനി 15/3 സെയിം ഡേറ്റ് തന്നെയാണ്. മാർച്ച് 15 രാവിലെ 11 മണി. 25,000 പെർ മന്താണ് നിങ്ങൾക്ക് കരാർ വേതനം ആയിട്ട് പറയുന്നത്. ഇതിലേക്ക് യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ പോളിമർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയാണ്. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ അല്ലെങ്കിൽ റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ട്. ഇനി IT അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന മെഷീൻ ഓപ്പറേറ്ററിലുള്ള ITI കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം വിത്ത് പ്ലാസ്റ്റിക് പ്രോസസ്സിങ്ങിൽ. അതോടൊപ്പം തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എക്സ്ട്രൂഷൻ റീസൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇതിനടുത്തത് BTech അല്ലെങ്കിൽ MSc പോളിമർ സയൻസ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് മതി അങ്ങനെയുള്ളവർക്ക്. താല്പര്യമുള്ളവർ ഒറിജിനൽ രേഖകളും ആയിട്ട് എന്ത് ചെയ്യണം, ഒരു സെറ്റ് ഫോട്ടോ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തതുമായിട്ടാണ് അവിടെ എത്തേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്ത് നോക്കാം. ഇതിനടുത്തത് 3ാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ കൂടെ അപേക്ഷാ ഫോം ഉണ്ട് കേട്ടോ. ഓരോന്നിൻ്റെയും നിങ്ങൾ വോക്കിൻ സെലക്ഷന് പോകുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഇനി ഇവിടെ 6/3/2025 ഇതിൻ്റെയും വോക്കിൻ ഇൻ്റർവ്യൂ എന്നാണ്. ഇതിലേക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിൻ്റെ ആസ്ഥാന കാര്യാലയത്തിലാണ്. പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. ആൻഡ് വേസ്റ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കരാർ അടിസ്ഥാനത്തിൽ 35 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വെന്യൂ. ഓക്കെ, 15 മാർച്ചാണ് ഡേറ്റ്. രാവിലെ 11 മണി. 25,000 പെർ മന്ത്. കമ്പ്യൂട്ടർ സയൻസിൽ MTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വോക്കിൻ സെലക്ഷനിൽ പങ്കെടുക്കാം. താല്പര്യമുള്ളവർ ഒറിജിനൽ രേഖകളും അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ നിശ്ചിത ഈ ഡേറ്റിൽ നിശ്ചിത ഈ സ്ഥലത്ത് നിങ്ങൾ ഹാജരാവണം. അപ്പോൾ അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും താഴെ നിങ്ങൾക്ക് വോക്കിൻ സെലക്ഷന് പോകുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകേണ്ട അപേക്ഷാ ഫോം ഉണ്ട്, അതും ഫില്ല് ചെയ്ത് പോകണം. അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിയിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ അതുമായിട്ടാണ് പോകേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. വോക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ, അതായത് നോട്ടിഫിക്കേഷന് താഴെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. അത് നിങ്ങളെ കൈവശം ഉണ്ടായിരിക്കണം. എന്നതിന് ശേഷം
അവർ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകേണ്ടത്. താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ആവുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്ലീൻ കേരള കമ്പനി എന്ന് പറഞ്ഞിട്ട് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ആൻഡ് ഫോം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ 1, നോട്ടിഫിക്കേഷൻ 2, 3 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയി വരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുക, നിങ്ങൾ ഓക്കെ ഇൻ്റർവ്യൂവിന് പോകുക. അതല്ലാതെ നിങ്ങൾ ഇതിലേക്ക് മുൻകൂട്ടി അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഡയറക്റ്റായിട്ട് അപേക്ഷ ഫോമുമായിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വെന്യൂവിൽ പോവാണ് വേണ്ടത്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്